ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു മിനി സ്റ്റഡി വ്ളോഗുമായിട്ട് വരുന്നത്. രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ചായയൊക്കെ ഇട്ട് ഏകദേശം 5:30 ഒക്കെ ആയപ്പോൾ ഞാൻ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത് HSST ഫിസിക്സിൻ്റെ എക്സാമിനാണ്. അപ്പോൾ അതിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ ലെഗ്രാൻജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് ഞാൻ നോക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു മുന്നേ കുറേ അധികം ടോപ്പിക്സ് ഞാൻ കുറേശ്ശെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത കാരണം ഒന്നും അങ്ങോട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയില്ല. സോ ഇന്ന് തൊട്ട് എല്ലാ ദിവസവും റെഗുലറായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതിനകത്ത് ആരെങ്കിലും കണ്ട് മോട്ടിവേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ. HSSTക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. സോ യെസ്, കുറേ നാളായിട്ട് പഠിക്കാത്തതിൻ്റെ എല്ലാ ഒരു പ്രശ്നങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു HSCയുടെ ഒരു ടൈമിലാണ് ലാസ്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 to 4 months ആയിട്ടുണ്ട്. സ്റ്റിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല. സോ സ്റ്റാർട്ടിങ് ടുഡേ ഓൺവേർഡ്സ് നമുക്കൊരു കൺസിസ്റ്റൻസി ചാലഞ്ച് ബിഗിൻ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫോർ ലൈക്ക് 21 days. സോ ഈ 21 days ഞാൻ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളും നിങ്ങളുടെ പഠിത്തം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ബിക്കോസ് ഈ വേസ്റ്റ് ചെയ്യുന്ന ടൈം ഒന്നും നമുക്ക് പിന്നെ കിട്ടത്തില്ല. വിൽ റിഗ്രറ്റ് അബൌട്ട് ദിസ്. അതെനിക്ക് ഉറപ്പാണ്. പിന്നീട് ഒരു റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ഇപ്പം ഞാൻ ഈ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് അവർക്ക് ഞാനൊരു എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം രാവിലെ ഒരു സെഷൻ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ദെൻ വൈകിട്ടാണ് കുട്ടികൾക്ക് ടെസ്റ്റ് പേപ്പർ. സോ ആ ഒരു ടൈമിലും ഞാൻ ക്ലാസിക്കൽ മെക്കാനിക്സ് തന്നെ പഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ടെസ്റ്റ് പേപ്പർ എഴുതാൻ കൊടുത്തതിന് ശേഷം ഞാനിത് പഠിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ കുറച്ച് ടൈമേ കിട്ടിയുള്ളൂ. ഒരു 1.5 hours ആണ് കിട്ടിയത്. പിന്നെ രാത്രിയാണ് കേട്ടോ പഠിക്കാൻ ടൈം കിട്ടിയത്. ഓൾ ടുഗെദർ ഒരു 2.5 hours ഒക്കെ ഇന്ന് ഞാൻ ബുക്കിന് മുന്നിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. സോ നാളെ തൊട്ട് ഈ ടൈം ഒന്ന് കൂട്ടണം. പഴയ പോലെ നമ്മുടെ ഒരു 5 to 6 hours ഒക്കെ ആക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.